ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗ്രേസ് ടൈമിൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഡേ 2 ആണ്, വട്ടവടയിലെ ഏർലി മോർണിംഗ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 5:30 ആകുമ്പോൾ ട്രെക്കിങ്ങിന് പോകണം. കാരണം സൺറൈസ് കാണാനുണ്ട്, സ്ട്രോബെറി ഫാം കാണാനുണ്ട്, പിന്നെ ഒരു കേവ് ഉണ്ട്. കുറച്ച് എന്താ പറയുക, നല്ല ലെങ്തി ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേർ നല്ല ഉറക്കാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുപ്പത്ത് നല്ല ഉറക്കായാലും നന്നായിരുന്നു. അപ്പോൾ ഇനി അവരെയൊക്കെ വിളിച്ച് തയ്യാറായി നമുക്ക് ട്രക്കിങ്ങിന് പോവാം. മക്കളെ സുന്നത്തോ എണീറ്റോ, എണീറ്റോ എണീറ്റോ, മതി മതി. അങ്ങനെ ഞങ്ങൾ കൃത്യം 5:30 തന്നെ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും വട്ടവടയിലെ ടോപ്പ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൂരെ ആ കാണുന്ന വെളിച്ചമില്ലേ, അത് അപ്പുറത്തൊരു മലയുടെ മുകളിൽ ഇതുപോലെ തന്നെ ഹോം സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ അപ്പുറത്തെ ലൈറ്റ് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ കയറി പോകുന്ന വഴിയാണ് കേട്ടോ ഇടയ്ക്ക് ലൈറ്റുകൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ്. നമ്മൾ ആ സെയിം ഈക്വൽ ഹൈറ്റിൽ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു ട്രക്കിംഗ് ആണ്. സാധാരണ ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ടൈമാണ് ട്രക്കിങ്ങിന് പോണേ. ഇതിൽ ട്രക്കിങ്ങിന് പോയ എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ. സുർണു സ്കൂളിൽ നിന്ന് കാന്തല്ലൂർക്ക് ട്രിപ്പ് പോയ സമയത്ത് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ മുഴുവൻ ആ തള്ളു കേട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള കഥകളൊക്കെ നടക്കുന്നുണ്ട്. ഇച്ചു ഇതിനു മുമ്പ് വട്ടവട വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബാക്ക് പെയിനൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാതെ ട്രക്കിങ്ങിന് അവോയ്ഡ് ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫാമിലി ഒരുമിച്ചായതുകൊണ്ട് എല്ലാവരും വലിയ ആവേശത്തിലാണ്. മക്കൾ ഛർദ്ദിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ട്. എന്നാലും പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം നിങ്ങൾ വെളിച്ചമൊക്കെ കാണുന്നുണ്ടെങ്കിലും സൂര്യൻ നന്നായി ഉദിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടേക്കാണ് ഇറങ്ങുന്ന വഴിയൊക്കെ ഇത്തിരി ശ്രദ്ധിച്ച് നന്നായി ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പിന്നെ നന്നായി ഇറങ്ങേണ്ടി വരില്ല. ഒറ്റയടിക്ക് നമുക്ക് താഴേക്ക് എത്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടത് ഇതുപോലത്തെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ചിങ്ങനെ വളരെ വിട്ട് കുറവാണെങ്കിലും നല്ല ഏർലി മോർണിംഗ് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ തപ്പും പൊത്തെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളൊക്കെയുള്ള ഫാമിലീസ് ഇതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് ട്രക്കിങ്ങിന് വന്നവർ തന്നെ അതിന് മുമ്പ് എത്തിയവർ ഇതിന് മുമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്, ഓൾറെഡി നല്ല തണുപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏർലി മോർണിംഗിൽ നല്ല തണുപ്പ്. ആ വെള്ളമൊക്കെ വീഴുമ്പോൾ തന്നെ ആ ഏരിയയ്ക്ക് നല്ല തണുപ്പായിരുന്നു. ഇവിടെ വെച്ച് മക്കളുടെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോയും റീലും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചുള്ള യാത്ര. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകുന്നത് സൺറൈസ് കാണാനായിട്ടാണ്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പറയില്ലേ, ഭയങ്കര ഒരു ഹാപ്പി മൂഡ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് വട്ടവട യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയുവാണെങ്കിൽ അത് ട്രക്കിംഗ് ആണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. കാരണം ഇത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്ക് പെയിനും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. സംഭവം റോഡിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു ഏജിലെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ പോവുക. അപ്പോൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതകളൊക്കെ കൂടി വരികയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ്സാക്കാണ്ട് പോകണം കേട്ടോ. സൂര്യൻ്റെ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്, മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. ഇനി നേരെ അങ്ങോട്ടാണ്. വണ്ടിയിലെ ചേട്ടൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കൃഷിയാണ് എന്താ പറയുക, കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നവരാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് അങ്ങനത്തെ സീസണിൻ്റെ കാര്യം പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാവരും പുറത്തുനിന്നല്ലേ അവർ കൊണ്ടുവരുന്നേ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടി പോകണമെങ്കിൽ അടിമാലി എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ടൂറ് പോകാൻ നല്ലതാണ്. പക്ഷേ സ്ഥിരമായി താമസിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ സൺറൈസ് കണ്ടു. അപ്പം രാവിലെ ചായയൊന്നും കുടിക്കാതെയുള്ള യാത്രയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചായ കുടിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ചായ കുടിക്കുക എന്നുള്ളതൊക്കെ അത്ര വലിയ ശീലമില്ലെങ്കിലും ഈ ഒരു തണുപ്പത്തൊരു ചായ കിട്ടുമ്പോൾ അതിന് വലിയ സുഖമാണ് കേട്ടോ. ഞാൻ കാപ്പി പറഞ്ഞു, മക്കൾക്കും കാപ്പി പറഞ്ഞു. ഇച്ചു ചായയാണ് കേട്ടോ ഓർഡർ ചെയ്തേ. അപ്പോൾ അതിന് മുകളിലുള്ള സ്ഥലത്ത് ഞങ്ങൾ ചൂടി ചായയൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ
പഴംപൊരിയും പരിപ്പോടയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം അത്ര നേരമായിട്ടുമില്ല. പിന്നെ നമുക്ക് ഇനി താഴേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ ഇനി എങ്ങനെയാവുമെന്നൊന്നും അറിയില്ലല്ലോ, വെറും വയറ്റിൽ എണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് ട്രൈ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണേ. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൺറൈസിൻ്റെ അവിടെ. കാരണം ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊന്നുകൂടെ ചേട്ടനോട് ഞാൻ ചോദിക്കുമായിരുന്നു. ഇവിടെ പച്ചക്കറി സീസണിൽ പച്ചക്കറി ഒഴികെ ബാക്കി എല്ലാ സാധനത്തിനും നല്ല വിലയാണ്. കാരണം ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വേണമല്ലോ ഇതൊക്കെ കച്ചവടം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്നും ബാക്കിയൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലമുണ്ട്. ആലപ്പുഴ പോകുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ത് രസമല്ലേ ഇവിടെ താമസിക്കാമെന്ന്. അപ്പോഴാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളും മഴ പെയ്താനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ പോകുന്നവർക്ക് എപ്പോഴും അങ്ങനെ ഇക്കരെ നിൽക്കുന്നവർ അക്കരെ പച്ചാന്ന് പറയണ പോലെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അയ്യോ എന്ത് ഭംഗിയാണ് നമ്മൾ പറയും. പക്ഷെ നമുക്ക് നമ്മുടേതായ സ്ഥലങ്ങളിൽ കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനി അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നതോടുകൂടിയാണ് കേട്ടോ. അവിടെ മുതൽ ത്രൂ ഔട്ട് ഞങ്ങൾ അവർ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഈ വഴിയിൽ കാണുന്ന പൈപ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇടയ്ക്കൊരു ടാങ്കുകളും ചെറിയ ചെറിയ പൈപ്പുകളും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ്റെ പേര് ഈശ്വരൻ എന്നായിരുന്നു കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ കട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് ഫ്ലൈവുഡ് ഉണ്ടാക്കാനും പിന്നെ അത് കുറച്ച് ഫ്ലൈവുഡ് ഉണ്ടാക്കാനുള്ളതും കുറച്ച് പേപ്പർ ഉണ്ടാക്കാനുള്ളതുമാണ്. ഇത് രണ്ടും നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എന്തിനാണിത് വെട്ടിയിരിക്കുന്ന വിറകിനാണോ എന്നൊക്കെ മക്കൾ ചോദിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മക്കളെ അതിൻ്റെ ഈ വലിപ്പമുള്ളത് ഫ്ലൈവുഡിന് വേണ്ടി അയക്കുന്നതും മറ്റേത് നമുക്ക് പേപ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓരോ വണ്ടികൾ കാണാം. കാരണം ഒരിക്കലും ഇതിൻ്റെ മുകളിലേക്ക് കാറിലൊന്നും കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് പേരെങ്കിലും കാറിലൊക്കെ കയറാനായിട്ട് ട്രൈ ചെയ്തിട്ട് പറ്റാണ്ട് ആ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചുള്ള യാത്രയൊക്കെ നമുക്ക് ഓൺ ദ വേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൈപ്പ്, നേരത്തെ പറഞ്ഞ പൈപ്പിൻ്റെ കാര്യം പറയാം. ആ പൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കറക്റ്റായിട്ട് ആ ടാങ്കിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുടെ വീട്ടിലും കിണറിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു വെള്ളം മാത്രം മതി അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അത് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ശുദ്ധമായ വെള്ളം കിട്ടുന്ന കാര്യമൊക്കെ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു കേവ് കാണാനാണേ. അത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെയാണ്, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ ഒരു ഫീലാണ്. അത് വലിയൊരു കേവല്ല, എന്നാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോണ വഴിക്ക് മുഴുവൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുണ കേവിനെ കുറിച്ചാണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം നമുക്ക് ആകെ ഓർമ്മയുള്ള കേവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക ഗുണ കേവിനെ കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് ക്രോസ് ചെയ്യാനും ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഈ ഒരു കമ്പിൽ വെച്ചിട്ട് അതിൽ കൂടെ നടന്നിട്ടാണ് കേട്ടോ നമുക്ക് അപ്പുറത്തെത്തണം. ഈ ചേട്ടന്മാർ, നമ്മുടെ ട്രക്കിങ്ങിന് പോകുന്ന ചേട്ടന്മാർ ഫാമിലീസും അങ്ങനെ ഗേൾസൊക്കെ ഉള്ള ടീമാണെങ്കിൽ അവരുടെ കൂടെ അവരും കൂടെ വരും. കാരണം കാട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഈ നാട്ടുകാരെ കൊണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷേ വരുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രക്കിങ്ങിന് വരുമ്പോൾ ആ ഡ്രൈവർ ചേട്ടന്മാർ നമ്മുടെ കൂടെ വരും കേട്ടോ. അവർ തന്നെയാണിത് പറഞ്ഞത്. ഞാൻ ഇപ്പുറത്തേക്ക് കടന്നു, നമുക്ക് തന്നെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കടന്നു. ഇനി മക്കളെയും കൊണ്ട് അപ്പനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അപ്പയും മക്കളും കൂടെ പതുക്കെ നടന്ന് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ കയറുമ്പോൾ ഒരു ആവേശമാണെങ്കിലും അപ്പുറത്ത് നിന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തന്നെയാണ്. പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ ഓർക്കുക, ദൈവമേ ഇതിൽ കൂടെ ആണല്ലോ നടന്നു വന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ എന്നാലും ഈ ഏർലി മോർണിംഗിൽ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് മക്കൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ഏജിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ്. എന്നാൽ വലിയ റിസ്ക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, അപ്പുറത്തും ഒക്കെ ആ ചേട്ടന്മാരും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഓടിച്ചെന്നു മോളെ പിടിച്ചിങ്ങോട്ട് ആക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്കവിടെ വെച്ച് പരിചയപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഹോം സ്റ്റേയിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് ആക്കി തരുന്ന ഡ്രൈവേഴ്സ് അത്ര നല്ലവരൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടെത്തി. ഇനി ഈ പറയുമ്പോൾ എനിക്ക് വലിയ രസമൊന്നും തോന്നണില്ല കേട്ടോ. കാരണം എനിക്ക് മാത്രം എന്താ പറയുക പറ്റാത്തൊരു കാര്യമാണേ, അതിനെക്കുറിച്ചാണ് കേട്ടോ പറയണത്. അപ്പോൾ നടന്ന് നമ്മൾ കേവിൻ്റെ അടുത്തേക്ക് എത്താണ്.
അപ്പോൾ മുമ്പേ കുറേ 2-3 വണ്ടികൾ വന്ന കാരണം അവരും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലും കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ചെന്നിട്ടാണ് കേവ് കറക്റ്റ് തിക്കായിട്ടുള്ള പാറയുടെ ഇടുക്കുകളാണ്. ഇപ്പുറത്തെ നല്ല മരങ്ങൾ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോരുകയാണ്. ഈ മരം ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. തിരിച്ചു വരുമ്പം ഫോട്ടോ എടുക്കാൻ പോയിട്ട് ആളുകളുടെ തിരക്ക് കാരണം ആ ഏരിയയിൽ കടക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ കേവ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി മുകളിലേക്ക് ഇറങ്ങി വരണം. ആ സമയത്തെ വീഡിയോ ഒന്നും കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയല്ലേ, അത് കാരണം. ഇപ്പോൾ ഈ വളരെ കുനിഞ്ഞ് ഈ പാറയിടിക്ക് കൂടെ കയറിയിട്ട് വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ. എന്നിട്ട് ഇതുപോലെ നൂഴ്ന്നിട്ട് വേണം പുറത്തേക്ക് കിടക്കാൻ. ഇച്ചു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സംഭവം പറയട്ടെ, ഇച്ചു ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു, ആദ്യം പോയി. ഇനി മക്കളെ കയറ്റുകയാണേ. അതുകൊണ്ട് വലിയൊരു നഷ്ടം സംഭവിച്ചത് എനിക്കാണ്. കാരണം ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ഞാൻ ബാക്കിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആ പാറയുടെ മുകളിലേക്കൊന്ന് കാല് കയറ്റി വെക്കാൻ ബാക്കിൽ നിന്ന് വരുന്ന ഒരാളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിന് എനിക്ക് ബാക്കിൽ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇച്ചു വേണമെങ്കിൽ ഒന്നുകൂടെ അപ്പുറത്തൂടെ വന്നിട്ട് വേണമെങ്കിൽ എന്നെ കയറ്റാന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിൽ നിറച്ച് തിക്കും തിരക്കുമായി. അങ്ങനെ ഞാൻ മാത്രം ഇത് പാതി വഴിയിൽ അവശേഷിപ്പിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു വന്ന് കയറി. എൻ്റെ പുറകെ വരുന്ന ഈ ഒരു ഫാമിലീസിനെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെടണേ. അവർ കേവിൽ കൂടെ വരുമ്പോൾ ഞാൻ കേവിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു വരുന്ന കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു. പിന്നീട് കയറാമെന്നൊക്കെ ഇച്ചു പറഞ്ഞപ്പോഴും ഞാൻ വെറുതെ വേണ്ട, ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് പോന്നു. അങ്ങനെ കയറിയതിനേക്കാൾ സ്പീഡിൽ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ ഇനി നമ്മൾ അവിടെ നിങ്ങടെ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് സ്ട്രോബെറി ഫാം ഉണ്ട്. പിന്നെ നായാട്ട് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, ആ ഏരിയയിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിൽ ഉണ്ടായിരുന്ന ഫാമിലീസിനെയാണ് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെ നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇവരെന്നെ കേവിൽ കയറാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അമ്മയ്ക്ക് പറ്റിയില്ലല്ലോ, ഞങ്ങൾ കയറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാലും അത് അവിടെ ഞാൻ 3/4 വഴി എത്തിയിട്ടോ. ജസ്റ്റ് നമുക്ക് മുകളിൽ വെളിച്ചം കാണാം. ഇനി ഒരു പാറ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ അതിങ്ങനെ നഷ്ടമായി പോയി എന്ന് മാത്രം. കുഴപ്പമില്ല, സാരില്ല. ഇനി ഞങ്ങൾ മുകളിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഓൺ ദ വേ ഈ ട്രെക്കിങ്ങിൽ 3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് വെള്ളച്ചാട്ടവും, പിന്നെ രണ്ടാമത് നമ്മൾ സൺറൈസ്, മൂന്നാമത് ഈ ഇത്. അതായത് എല്ലാ ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്ന എല്ലാവരും ഇത് തന്നെയാണ് ഒരു ഇത് കേട്ടോ, റൂട്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരുപോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും മുന്നേ കഴിഞ്ഞു പോയവരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നവരും ഒക്കെ തൊട്ട് പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ട് ഒരുമിച്ച് തന്നെയാണ് ഈ ഒരു സമയത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കാരണം നമ്മുടെ കൂടെയുള്ളവരും അല്ലാത്തവരും ഒക്കെ നമുക്ക് വീണ്ടും അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം അല്ലേ. അപ്പോൾ നമ്മളിനി വീണ്ടും ഒന്നുകൂടെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വല്ലാത്തൊരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര നമുക്ക് തന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചില യാത്രകൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, ഓ എൻ്റെ ദൈവമേ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഇതല്ല, പോയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. അങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ നായാട്ട് സിനിമയുടെ ലൊക്കേഷനാണ്. നായാട്ട് സിനിമയുടെ ലൊക്കേഷൻ നമുക്ക് ആ ദൂരെ കാണുന്ന ഫീൽഡ്, പാടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ ബാക്കിലേക്ക് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഞാൻ വാങ്ങുന്നത് പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന നോർമൽ പാഷൻ ഫ്രൂട്ടല്ല. ഇത് ട്രൈബൽസ് കാടുകളിൽ നിന്ന് പെറുക്കി ഇവിടേക്ക് എത്തിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 150 രൂപയാണ്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പുളിയല്ലേ, അതിൽ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് വേണ്ടേ കഴിക്കാനായിട്ട്. ഇത് എന്താ പറയുക, തൊണ്ടിന് നല്ല കട്ടിയ, ഉള്ളിൽ നല്ല മധുര. നമ്മൾ പറയില്ലേ, പഞ്ചസാരയും വേണ്ട ഒന്നും വേണ്ട, ഡയറക്റ്റ് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇത് കഴിഞ്ഞിട്ടും കുറച്ച് ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നത് അത് പുറന്തോട് ഉണങ്ങല്ലാതെ ഉള്ളിലൂര് ടേസ്റ്റ് വ്യത്യാസവും വന്നില്ല. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. എന്തായാലും പോകുന്നവരത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലീനെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരാൾ മലപ്പുറത്തു നിന്നാണ്, ഒരാൾ കുന്നംകുളം, തൃശ്ശൂർ കുന്നംകുളത്തു നിന്നാണ്. അപ്പോൾ സ്ട്രോബെറി ഫാം മുതൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. സ്ട്രോബെറി ഫാം സത്യത്തിൽ നമ്മൾ ആദ്യം വരുന്ന വഴിക്ക്
ഫ്ലോറ ഫ്യൂണ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി പാർക്കിൽ പോയില്ലേ, അവിടെ സ്ട്രോബെറി ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ കായ്ച്ചിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് വരെ സ്ട്രോബെറി ഇഷ്ടത്തോടു കൂടി കഴിച്ചിട്ടുമില്ല. കാരണം നമുക്കിപ്പോൾ നെസ്റ്റോന്നൊക്കെ ഇഷ്ടംപോലെ സ്ട്രോബെറി വാങ്ങാൻ കിട്ടും, നല്ല തുടുത്ത് ചുവന്ന് കിട്ടുന്നത്. പക്ഷെ അതിന് ഒരു തരം ചവർപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തിരിക്കണേ. പക്ഷേ ഇത് ഞാൻ ഡയറക്റ്റ് പറിച്ച് കഴിക്കുന്ന സമയത്ത് തോന്നിയത്, നമുക്ക് മൾബറിയൊക്കെ ഇല്ലേ, മൾബറി കഴിക്കുമ്പം കിട്ടുന്ന ഒരു രസമില്ലേ, അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഒരു മധുരം മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇഷ്ടത്തോടു കൂടി സ്ട്രോബെറി കഴിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രാസവളങ്ങളും അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത് വെക്കുമ്പോഴാണ് അത് കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആവുന്നത്. ശരിക്കുള്ള സ്ട്രോബെറിക്ക് ഈ ടേസ്റ്റാണ്, അത് നന്നായി കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ശരിക്കും കേട്ടോ നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ സ്ട്രോബെറി ഒക്കെ മനുഷ്യൻ എങ്ങനെയാണ് കഴിക്കണേ, ഒരു രസമില്ലാണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്. ഇത് കിടിലൻ ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വാങ്ങിച്ച് സെപ്പറേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവരപ്പോഴും തന്നെ നമുക്ക് പറിച്ച് തരികയാണ് ചെയ്യുക. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്ട്രോബെറിക്ക് ഭയങ്കര പുളിയല്ലേ, എന്തൊരു മധുരമാണെന്നറിയോ. അതിനവർ പറഞ്ഞത് ഇത് പറിച്ചു കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ മരുന്നടിച്ച് വെക്കും, കുറേ നാൾ കേടാവാതിരിക്കാനാണ്. ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പൂക്കൾ കണ്ടു. അതിൻ്റെ നീലപ്പൂവിൻ്റെ വിത്തന്വേഷിച്ച് നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും കുറച്ച് ചൂട് വന്നു തുടങ്ങി. നമുക്ക് പിള്ളേർ പതുക്കെ കോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി, കാരണം തണുപ്പ് പതുക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പോകാനുള്ള സമയമായി. ഏതാണ്ട് ഇത്രയും ടൈം നമുക്ക് നന്നായി യൂസ്ഫുള്ളായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ തിരിച്ചു പോവാണ് താമസ സ്ഥലത്തേക്ക്. ഇതാണ് വട്ടവട സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ വരെയാണ് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്ന പൈപ്പുകളെല്ലാം തന്നെ അങ്ങനെയാണ് കേട്ടോ, വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഓൺ ദ വേ വരുന്ന വഴിക്കൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കാണുന്ന ഓരോ വീടുകളും കാണുമ്പോൾ ഞാൻ മനസ്സിലാലോചിക്കുന്നത്, ഇവിടേക്ക് അതിനുള്ള മെറ്റീരിയൽസ് എത്തിക്കാനായിട്ടൊക്കെ ഇവർ എന്തോ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് തന്നെ ഇവർ എത്ര വില കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ വട്ടവട താമസിക്കാത്ത ആൾക്കാരൊക്കെ ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പം കാണുന്നുണ്ട്. അപ്പോൾ പല പല സ്ഥലത്ത് താമസിക്കുന്നവരും മോർണിംഗിൽ ഇങ്ങോട്ട് എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ എത്തുന്നവർക്ക് സൺറൈസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് എത്താണ്. എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മളൊരു 9:30 ആയപ്പോഴേക്കാണ് തിരിച്ചെത്തിയത്. ഒരു 5:30 നമ്മൾ പോയിട്ട് 9:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ തിരിച്ചെത്തി. നമുക്ക് പോയില്ലെങ്കിൽ മാത്രമാണ് നഷ്ടം, തിരിച്ചു വരുമ്പോൾ ഒരു ക്ഷീണവും ഇല്ല. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് പോയതിനേക്കാളും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള തിരിച്ചു വരവാണ്. അപ്പോൾ നമ്മൾ ഡേ 2 വട്ടവട മോർണിംഗ് ട്രെക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്, വേറെ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്തായാലും മിസ്സാക്കരുത്. വട്ടവട വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെക്കിങ് എന്തായാലും പോയിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു.